അടുത്ത ഒരു ശ്ലോകങ്ങളിൽ പറയുന്നത് യുദ്ധത്തിന് മുന്നോടിയായിട്ട് ഇവര് യുദ്ധം തുടങ്ങുന്നു. ആ കാഹളം പുറപ്പെടുവിക്കുന്നത് ശംഖ് ഊതിയിട്ടാണ്. അപ്പോൾ ആ ശംഖ് ഊതുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 12ാമത്തെ ശ്ലോകത്തില് തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദധ്മൗ പ്രതാപവാൻ. എന്താണ്? പ്രതാപശാലിയും കുരുവൃദ്ധനും കൗരവരുടെ മുത്തച്ഛനാണ്. അപ്പോൾ ആ കുരുവൃദ്ധനുമായ ഭീഷ്മർ അദ്ദേഹം തസ്യ ഹർഷം സഞ്ജനയൻ, ആർക്ക്? ദുര്യോധനന് ഹർഷമുണ്ടാകുന്ന വിധത്തിൽ, സന്തോഷം ഉണ്ടാകുന്ന വിധത്തിൽ ഉച്ചൈഹി ശംഖം ദധ്മൗ, ഉച്ചത്തിൽ, വളരെ ഉച്ചത്തിൽ ശംഖ് മുഴക്കി, ശംഖ് വിളിച്ചു. ഇങ്ങനെയാണ് സിംഹനാദം പുറപ്പെടുവിച്ച് ശംഖ് ഊതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. എന്താണ്? അവിടെ നിന്ന് ഇതുപോലെ തന്നെ ശംഖ്, ഭേരി തുടങ്ങിയ മറ്റ് കുറേ, ഭേരി, പണവം, ആനകം തുടങ്ങിയ വാദ്യ കോലാഹലങ്ങൾ മുഴക്കപ്പെട്ടു. ഈ ശബ്ദം എങ്ങനെയായി? വളരെ ഒരു കോലാഹലമായിട്ട് തീരുന്ന അവസ്ഥയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ആരവം, ആ യുദ്ധാരവം ശരിക്കും ഇതിൽ കൂടെയൊക്കെ കാണാം. അതാണ് സഹസൈവാഭ്യഹന്യന്ത. എന്താണ്? അത്രയും ഉച്ചത്തിൽ എല്ലാം മുഴങ്ങണം. ആദ്യം ശംഖ് ഇദ്ദേഹം വളരെ സിംഹനാദാണെന്നാണ് പറയുന്നത്. അത്രയും മുഴങ്ങുന്ന വിധത്തിലുള്ള ശംഖാണ് ഭീഷ്മർ മുഴക്കിയത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഭേരികൾ, മറ്റ് കാര്യങ്ങളെല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക, കൊട്ടുന്ന ശബ്ദങ്ങൾ എല്ലാം ഇങ്ങനെ വരണം. ഇങ്ങനെ വാദ്യഘോഷങ്ങളോടെ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം, യുദ്ധം തുടങ്ങുന്നതിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ആ ഒരു ആരവം നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ then Bhishma, the great valiant grandsire of the Kuru dynasty, the grandfather of the fighters, blew his conch shell very loudly, making a sound like the roar of a lion, giving Duryodhana joy. After that, the conch shells, drums, bugles, trumpets and horns were all suddenly sounded, and the combined sound was tumultuous. ആകെ ഭയങ്കര ഒരു ശബ്ദത്തോടെയാണ് ഇതെല്ലാം മുഴങ്ങിയത് എന്നാണ് പറയുന്നത്. ഭീഷ്മ, the elder statesman of the Kuru dynasty, present on the side of Duryodhana, blew his conch shell, rousing the spirits of the troops. The symbolism of the conch is significant as will be revealed in the next text. അപ്പോഴും അടുത്തതിൽ പറയുന്നു on the other side. ഇനി അടുത്ത ഭാഗത്താകട്ടെ both Lord Krishna and Arjuna stationed on a great chariot drawn by white horses sounded their transcendental conch shells. അതാണ് അടുത്ത സ്ഥലത്ത്. തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്മതുഹു. എന്താണ്? അനന്തരം എന്തുണ്ടാവുന്നു? വെള്ളക്കുതിരകൾ. അതാണ് തതഃ ശ്വേതൈഹി ഹയൈഹി യുക്തേ, നല്ല വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ എങ്ങനെ വരുന്നു? മഹത്തായ തേരിൽ, മഹതി സ്യന്ദനെ, കൃഷ്ണനും ആരൊക്കെയാണ്? മാധവ പാണ്ഡവ, മാധവനും പാണ്ഡവനും, കൃഷ്ണനും അർജുനനും എന്തു ചെയ്തു? ദിവ്യൗ ശംഖൗ പ്രദധ്മതുഹു, ദിവ്യമായ ശംഖുകളെ മുഴക്കി എന്ന് പറയും. On the other side, both Lord Krishna and Arjuna, stationed on a great chariot drawn by white horses, sounded their transcendental conch shells. In contrast to the conch shells sounded by Bhishma, the conch shells sounded by Arjuna and Krishna are described as transcendental. Endana? Divya in the original Sanskrit. Divyau Shankau. This is an indication that the leadership of Arjuna and Krishna is in accordance with underlying universal principles, as will be further explained in this work. Effective leadership follows principles of practice which empower it to
effect change. Authentic leadership follows principles of purpose which empower it to effect holistic positive change. Duryodhana was expert in applying the participles of practice, and as such he was able to amass a large force of capable, competent leaders. However, he had no interest in any purpose other than his own. The goal and direction of his leadership was not in accord with principles. Therefore, he was misleading these people. കൃഷ്ണൻ എങ്ങനെയാണ്, അർജുനൻ എങ്ങനെയാണ്, രണ്ടുപേരും ലീഡേഴ്സാണ്. അവരെല്ലാവരും ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഓതന്റിക് ലീഡേഴ്സാണ്. ദുര്യോധനൻ തിരിച്ച്, അദ്ദേഹത്തിന് എല്ലാ കഴിവുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്, ഒരു ലാർജ് ഫോഴ്സിനെ നയിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ എന്താണ് അദ്ദേഹത്തിന്, എന്തിനു വേണ്ടി ഇദ്ദേഹം ഇത് ചെയ്യുന്നു? അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ആവശ്യത്തിനാണ്. ഹി ഹാഡ് നോ ഇൻട്രസ്റ്റ് ഇൻ എനി പർപ്പസ് അതർ ദാൻ ഹിസ് ഓൺ ദി ഗോൾ. അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ, അത് ഉദ്ദേശം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ദെൻ ലീഡർഷിപ്പ്, അതുകൊണ്ട് തന്നെ എന്താകുന്നു, ദെർഫോർ ഹി വാസ് മിസ്ലീഡിങ് ദീസ് പീപ്പിൾ. അവരെ ശരിക്കും മിസ്ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. Leadership which follows principles in its form but deviates from or ignores universal principles in its function is actually little more than manipulation. A leader has been given a gift in the form of their ability to lead. ശരിക്ക് ഒരു ലീഡർ എന്ന് പറയുന്ന അവർക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് ലീഡർഷിപ്പ് എന്നുള്ളത്. എങ്ങനെയാണ് ഒരുപാട് ആൾക്കാരെ നയിക്കാൻ അവർക്ക് സാധിക്കുകയാണ്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നല്ല ഒരു ശക്തി അല്ലെങ്കിൽ അത് എന്താണ്, അതൊരു നല്ല ഉത്തരവാദിത്തമാണ്. A leader exists within the context of a universal order, as do the people he or she leads. It is the responsibility of the leader to know what that universal order is and to lead in accordance with it. ഭഗവത് ഗീത ഈസ് ജസ്റ്റ് ഫോർ ദിസ് പർപ്പസ്. ആക്ച്വലി എന്താണ് ഒരു ലീഡർഷിപ്പ് എന്നുള്ളതും എങ്ങനെയാണ് ആ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിന് വേണ്ടിയിട്ട് ലീഡേഴ്സ് നിൽക്കേണ്ടതെന്നും എന്താണ് ആ ലീഡറുടെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ടെക്സ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭഗവത് ഗീതയെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്.